ടി ജി, ഇന്നത്തെ ദിവസം കേരളത്തിലൊരു പ്രത്യേകതയുണ്ട്. അതായത് ഈ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര. അപ്പോൾ ഓർഡിനറി ബസ്സുകളിലാണ് ഇപ്പോൾ യാത്ര അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ നേരത്തെ KSRTC യാത്ര തകർന്ന് കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോഴും വലിയ ഇതിലേക്കൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഈ KSRTCയെ ബാധിക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിനകത്ത് കാണുന്നത്, ഈ ഒരു സൗജന്യം കേരളത്തിലും കൊടുത്തു തുടങ്ങുന്ന ഒരു സാഹചര്യം വരുന്നതിൽ? അല്ല, യാത്രാ സൗജന്യം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മളൊരു വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള സങ്കല്പത്തിൽ എല്ലാവർക്കും യാത്രാ സൗജന്യം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഈ വി ഡി സതീശൻ സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നത് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയും പുറത്തു വന്നിരുന്നു. നിങ്ങൾക്ക് തീർത്ഥാടനത്തിന് പോകാം, എവിടെ വേണമെങ്കിലും പോകാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം അതില്ല, ഓർഡിനറിയിൽ മാത്രമായിട്ട് ചുരുക്കി. അതിനാണ് BJP സമരം ചെയ്യുന്നത്. മഹിളാ മോർച്ച പറയുന്നതിനകത്ത് കാര്യമുണ്ട്. നിങ്ങളുടെ വാഗ്ദാനം ബ്ലാങ്കറ്റായിരുന്നു, KSRTCയിൽ സൗജന്യം എന്നായിരുന്നു. അന്ന് നിങ്ങൾ പറഞ്ഞിരുന്നില്ല. അപ്പോൾ അതിന് മറുപടി പറയേണ്ടത് സർക്കാരാണ്. സർക്കാർ പറയട്ടെ, ഞങ്ങളിപ്പോൾ ഇത് ആദ്യത്തെ ഒരു 3 മാസം ഇത് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ എല്ലാ ബസ്സിലാക്കും എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരും. പിന്നെ KSRTCയുടെ നഷ്ടം, ഇത് കോംപ്രഹെൻസീവായിട്ട് കേരളത്തിൻ്റെ എക്കോണമി ഉടച്ചു വാർക്കേണ്ട ആവശ്യമുണ്ട്. അത് ചെയ്യുന്നില്ല. ഒരുപാട് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മളുടെ ധവളപത്രം നോക്കിയാൽ അറിയാം. ധവളപത്രത്തിൽ ഏറ്റവും കൂടുതൽ കാശ് ചിലവാക്കുന്നത് എന്തിനാണ്? ശമ്പളത്തിനും പെൻഷനുമാണ്. അതെ. അങ്ങനെ ഒരു മോഡൽ സർവൈവ് ചെയ്യുന്നു. ശമ്പളം വീണ്ടും കൂട്ടിക്കൊടുക്കണം. ഇപ്പം എന്തോ ധനകാര്യ ഈ 5 വർഷത്തിലൊരിക്കൽ ശമ്പളം പുതുക്കുന്ന ഒരേ ഒരു സ്റ്റേറ്റ് കേരളമാണ്. ബാക്കിയൊക്കെ 10 വർഷം കൂടുമ്പോഴായിരുന്നു. ഇവിടെ 5 വർഷം കൂടുമ്പോൾ ചെയ്യും. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൂട്ടി കൊടുക്കും. അതനുസരിച്ച് പെൻഷൻകാരുടെ എണ്ണവും ഒക്കെ ആയിട്ട് വർദ്ധിക്കും. അപ്പോൾ മേജർ പോർഷൻ ഓഫ് യുവർ റവന്യൂ ഈസ് ഗോയിങ് ടു അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. എങ്ങനെ ഒരു സ്റ്റേറ്റ് സർവൈവ് ചെയ്യും? 70% മുകളിലാണെന്ന് തോന്നുന്നു. 77% ആണ് ശമ്പളം, പെൻഷൻ, പലിശ അതിലെന്തോ 20% വരുന്നുണ്ട്. അപ്പോൾ 57-60% പെൻഷനും ശമ്പളവുമായിട്ട് പോകുന്നു. പെൻഷൻകാരുടെ എണ്ണം വർദ്ധിച്ച് വരുന്നു. ഈ 56 വയസ്സ് റിട്ടയർമെൻറ്റ് ഏജ് വെച്ചപ്പോൾ ഏകദേശം 60 വയസ്സിൽ മനുഷ്യൻ മരിക്കും എന്നുള്ള കൺസെപ്റ്റായിരുന്നു. അങ്ങനെയാണ് ഷഷ്ടിപൂർത്തി ഒരു ആഘോഷമായത്. എങ്ങനെയാണ്? 60 വയസ്സ് തികച്ചു. അത്യപൂർവമായിട്ടാണ് 60 വയസ്സ് തികയ്ക്കാറുള്ളത്. ബാക്കിയൊക്കെ 60-ന് താഴെ തട്ടിപ്പോകും. അപ്പോൾ ഷഷ്ടിപൂർത്തി. ഇപ്പോൾ ഷഷ്ടിപൂർത്തിക്ക് വിലയില്ല. ഉണ്ടോ? കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സപ്തതിയായി, ഇപ്പം നവതിയായി. ശതാഭിഷേകമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഈ കക്ഷി 56-ാം വയസ്സിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് 92 വയസ്സായിട്ട് മരിക്കുന്ന, പുതിയ മരുന്നൊക്കെ കുത്തിപ്പുള്ളി ഇങ്ങനെ ICUവിൽ കിടക്കുക. അതിനും സർക്കാർ പെൻഷൻ കൊടുക്കും. അപ്പം അങ്ങനെ പെൻഷൻ കൊടുത്ത് മുടിയുന്ന ഒരു സർക്കാരിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കും. ഒന്നുകിൽ ഈ പെൻഷൻ ഒരു ക്യാപ്പ് വരണം, അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കുന്ന പീരീഡിന് റിട്ടയർ ആയി കഴിഞ്ഞാൽ ഒരു 5 വർഷം ഒക്കെ പെൻഷൻ കിട്ടും. അത് കഴിഞ്ഞാൽ യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. പണ്ടെന്നോ സർക്കാരിൽ ജോലി ചെയ്തിരുന്നു എന്നുള്ള പേരിൽ ഇനിയുള്ള 40 വർഷം എനിക്ക് പെൻഷൻ കിട്ടണം എന്ന് പറയുന്ന ഒരു നല്ല കാര്യമൊന്നുമല്ല. അപ്പോൾ സംവെയർ, ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, സംവെയർ എ ലൈൻ ഈസ് ടു ബി ഡ്രോൺ. ഇതിനൊക്കെ ഈ വേണ്ടാത്ത ചിലവുകളൊക്കെ കുറയ്ക്കുകയും കേരളത്തിലെ ഈ കെട്ടിട നിർമ്മാണമെന്ന് കുറച്ചാൽ തന്നെ സർക്കാർ ചിലവിൽ എത്ര കെട്ടിടങ്ങളാണ് വയ്ക്കുന്നത്? ചുമ്മാ കെട്ടിടം പണി, എന്നിട്ട് ഉദ്ഘാടനത്തിന് വേണ്ടി കിടക്കുക. കെട്ടിടം പണിഞ്ഞിട്ട് അതിനകത്ത് ആശുപത്രി കെട്ടിടമായിരിക്കും, അതിനകത്ത് കട്ടിലും ഇല്ല, മെത്തയില്ല, ഒന്നുമില്ല, ഉപകരണങ്ങളില്ല, ഡോക്ടറില്ല, ഒന്നുമില്ല. പിന്നെ ഈ കെട്ടിടം എന്തിനാണ് പണിഞ്ഞത്? അത് കിഫ്ബിയുടെ ഫണ്ട് വന്നു, അപ്പോൾ കെട്ടി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അനാവശ്യമായ ചിലവുകളാണ് നിറയെ. അതൊന്ന് ട്രിം ചെയ്താൽ തന്നെ KSRTCയുടെ ഈ നഷ്ടം ഇതൊക്കെ നികത്താൻ പറ്റും. നമ്മുടെ ശ്രീധരനുണ്ടല്ലോ, അദ്ദേഹം ഈ മെട്രോ റെയിലല്ല, സ്പീഡ് റെയിൽ, അതിന് 1,00,000 1.5 ലക്ഷം കോടി അത് നഷ്ടത്തിലാവും. എപ്പോൾ ലാഭത്തിലാവും?
അപ്പോൾ അദ്ദേഹം അതിന് കൊടുത്ത മറുപടി, പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപ ലാഭമുണ്ട്? ഇല്ലല്ലോ. അതുപോലെ വേണം ജനങ്ങളുടെ യാത്രയെ കാണാൻ. പൊതുഗതാഗതം എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. അതിൽ സബ്സിഡി കൊടുക്കുന്നതിൽ തെറ്റില്ല. നമ്മളൊരു സ്മോൾ എമൗണ്ട് അവരുടെ നിന്ന് മേടിക്കുന്നു. ഇപ്പോൾ റെയിൽവേ ഉണ്ടല്ലോ, ഞാൻ അറിഞ്ഞിടത്തോളം 42% നമ്മളുടെ ടിക്കറ്റ് ചാർജ്. 100 രൂപ വാങ്ങേണ്ട സ്ഥലത്ത് 42 രൂപയെ വാങ്ങുന്നുള്ളൂ ഇപ്പോഴും റെയിൽവേ. ബാക്കി അവർ ഫ്രൈറ്റ്, ഗുഡ്സ് ട്രെയിൻ അതിൽ നിന്നുള്ള വരുമാനമൊക്കെ കൊണ്ടാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ശ്രീധരൻ പറഞ്ഞു, ഇങ്ങനെ ഈ ലാഭം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് പൊതുഗതാഗതം എന്ന് വിചാരിക്കാതിരിക്കുക. അപ്പോൾ ഈ ടെൻഷൻ ഒഴിയും. KSRTC നഷ്ടമാണ്. നഷ്ടത്തിലേ വരുള്ളൂ. അത് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കണമെങ്കിൽ ടിക്കറ്റ് ചാർജ്, മിനിമം ടിക്കറ്റ് ചാർജ് 100 രൂപ അങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ ലാഭമാണ്. അപ്പോൾ KSRTCയിലുണ്ട് ഈ പെൻഷൻ പരിപാടി. ആദ്യം KSRTC ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു കേട്ടോ, സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു KSRTC. ബജറ്റിൽ നിന്നാണ് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത്. CP രാമസ്വാമിയാണ് ഇത് തുടങ്ങുന്നത്. അന്ന് ട്രാവൻകൂർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. അത് കഴിഞ്ഞ് രണ്ടാം EMS സർക്കാരിൻ്റെ കാലത്താണ് ഇത് കോർപ്പറേഷനാക്കുന്നത്. KSRTC കോർപ്പറേഷനാക്കുമ്പോൾ ഇന്ത്യൻ റെയിൽവേ ഒരു വിഹിതം KSRTCക്ക് കൊടുക്കാമെന്ന് സമ്മതിച്ചിരുന്നു. കുറച്ച് നാൾ കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നെ അതങ്ങ് നിന്നു, അതങ്ങ് പോയി. ഇപ്പോൾ ആരും അത് ചോദിക്കാറില്ല. അതെന്തിനായിരുന്നു അങ്ങനെ കൊടുക്കുന്നത്? അതിന് ജനങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ റെയിൽവേയുടെയും റെയിൽ മിനിസ്ട്രിയുടെയും കൂടെ ചുമതലയാണല്ലോ. കേരളത്തിൽ റെയിൽവേ ലൈനുകൾ തീരെ കുറവ്. ഇപ്പോഴും നോക്കുക, ആകെ ഒരു ലൈനല്ലേ ഉള്ളൂ നമ്മുടെ. തീരദേശ റെയിൽവേ എന്ന് വന്നതാണ്, എത്ര വർഷം കഴിഞ്ഞ്. അന്ന് ഈ 67, 68, 69 കാലഘട്ടത്തിൽ തീരദേശ റെയിൽവേ ഒന്നുമില്ല. അപ്പോൾ വലിയ പ്രശ്നമാണ്. അപ്പോൾ പൊതുജനത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, പൊതുഗതാഗതം, അതിൻ്റെ ഉത്തരവാദിത്വം റെയിൽവേക്കുണ്ട്. റെയിൽവേ പറഞ്ഞു, നിങ്ങൾ കോർപ്പറേഷനാക്കി ഞങ്ങൾ ഒരു വിഹിതം ഞങ്ങൾ തരാം എന്ന് പറഞ്ഞു. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിന് റെയിൽവേയിൽ നിന്ന് കാശ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കോർപ്പറേഷനായി കഴിഞ്ഞാൽ അതിനൊരു സ്വയംഭരണം വന്നു. അപ്പോൾ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ആദ്യത്തെ 6-7 വർഷം അവർ ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ അത് എല്ലാവരും മറന്നു. ഇപ്പം ഞാനായിട്ടിത് പറഞ്ഞ് ഇനിയിപ്പോൾ ഇന്ത്യൻ റെയിൽവേക്ക് സമരം നടക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ മാറിക്കാണും കേട്ടോ, ആയതുകൊണ്ട്. ഞാനിത് നിയമസഭാ രേഖകൾ, നിയമസഭാ ഡിബേറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ യാദൃശ്യമായിട്ടാണ് ഇങ്ങനൊരു സാധനം എൻ്റെ കണ്ണിൽ പെടുന്നത്. ഞാനീ ഇമ്പിച്ചി ബാവ എന്ന വ്യക്തിയെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ, അതാണ് ഞാൻ തപ്പിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ സാധനം, ഇമ്പിച്ചി ബാവയാണ് ഇത് കോർപ്പറേഷനാക്കുന്നതാണ് എൻ്റെ ഓർമ്മ. ഐ കുഡ് നോട്ട് കംപ്ലീറ്റ് ദാറ്റ് റിസർച്ച്. അപ്പോൾ അതിലാണ് ഞാനിത് കണ്ടത്. അതിനുശേഷം വല്ല ടേംസ് മാറ്റുകയോ ആയിരുന്നു, ബട്ട് ഇറ്റ് വാസ് ദെയർ. അപ്പോൾ അങ്ങനെയാണ് പൊതുഗതാഗതം ഫ്രീ ആക്കുന്നതിൽ വലിയ തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഗവൺമെൻറ് ഇപ്പോൾ സർപ്ലസിലേക്ക് വന്നു, എന്നിട്ട് നരേന്ദ്രമോദി പറയുകയാണ് ഇന്ത്യയിലെങ്ങും ട്രെയിൻ ഗതാഗതം സൗജന്യമായിരിക്കും ഇന്ത്യക്കാർക്ക്, നിങ്ങളുടെ ആധാർ കാർഡ് കാണിക്കുക, ദാറ്റ് ഈസ് ഫ്രീ. നോൺ AC എന്നോ അതിനും ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട്, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ചുമ്മാ ട്രെയിനിൽ കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ബട്ട് ഇവിടെ വി.ഡി. സതീശൻ ചെയ്യേണ്ടത്, ഈ പറഞ്ഞ വാഗ്ദാനം സത്യമായിരുന്നു. മഹിളാ മോർച്ച പറയുന്നതിൽ കാര്യമുണ്ട്. എല്ലാ ബസ്സുകൾക്കും കൊടുക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. അതിൻ്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഓർഡിനറി ബസ്സിലാക്കിയെന്നേ ഉള്ളൂ. നാളെ ഇത് വ്യാപിപ്പിക്കും. ഒരു 90 ദിവസത്തിനകം ഞങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് കടക്കും, പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് കടക്കും എന്ന് കൃത്യമായൊരു പ്ലാനിങ് പറഞ്ഞാൽ, ആ പ്ലാനിങ് തന്നെ ഒരു വാഗ്ദാന ലംഘനമാണ്. കാരണം ഈ വ്യത്യാസമൊന്നും വാഗ്ദാനം കൊടുക്കുമ്പോൾ പറഞ്ഞിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഓക്കെ, ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ മനസ്സിലായത്. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കും. അതുകൊണ്ട് മഹിളാ മോർച്ച റേസ് ചെയ്ത ഇഷ്യൂ കറക്റ്റാണ്. പക്ഷേ അത് സാധ്യമാകുമോ? ഈ പറയുന്ന പോലെ സൂപ്പർ ഫാസ്റ്റിലും ഒക്കെ സൗജന്യം കൊടുത്താൽ ഇവിടം വരെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അല്ല, ഇത് അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കോംപ്രഹെൻസീവ് റിവ്യൂ നടത്തണം കേരളത്തിൻ്റെ ചിലവുകളെപ്പറ്റി. കേരളം അനാവശ്യമായ ചിലവുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യത്തിന് ഒരു ചിലവ് നടത്തുന്നില്ല.
എഫിഷ്യൻസി ഒരു കാര്യത്തിലും ഇല്ല. ഇപ്പോൾ ഇന്നലെ എന്ത് തുരുത്താണ്, മലയിടം തുരുത്ത് കോളനി, അവിടെ എത്തിയിരിക്കുന്ന എഗ്രിമെൻ്റ് കണ്ട അവർക്ക് വേറൊരു സ്ഥലത്ത് സർക്കാർ വീട് വെച്ച് കൊടുക്കും. അതുവരെ അവരിവിടെ തന്നെ താമസിക്കും. ഓക്കെ, വെരി ഗുഡ്. ഇമ്മീഡിയറ്റ് എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്നറിയാമോ? ഈ പരിപാടി നടക്കാൻ പോകുന്നില്ല. വേറൊരു സ്ഥലം സർക്കാർ കണ്ടെത്താൻ ഇപ്പോഴെങ്ങനെ നടക്കുക ഇല്ല. കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ വീട് വയ്ക്കണ്ടേ? നടക്കുമോ സർക്കാരിനെ കൊണ്ട്? ചെയ്യില്ല. ഇനി നടക്കുന്നുണ്ടെങ്കിൽ തന്നെ ചെയ്യില്ല. അത് നടക്കണമെങ്കിൽ അതിന് കഴിവുള്ള ഒരു സ്പെഷ്യൽ ഓഫീസറെ അവിടെ വെച്ചിട്ട് 15 ദിവസത്തിനകം സ്ഥലം കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് ഇത്ര ദിവസത്തിനകം വീട് കെട്ടിത്തീരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നടക്കും. ബട്ട് നമ്മുടെ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു ഏർപ്പാടില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇവർ കുടിയിറങ്ങില്ല. മറ്റേ ആൾ വീണ്ടും കോടതിയിൽ പോകും. കോടതി വീണ്ടും കുടിയിറക്കാൻ പറയും. ഈ നാടകം നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ നടക്കില്ലെന്നാണ് എൻ്റെ തോന്നൽ അത് കണ്ടു കഴിഞ്ഞപ്പോൾ. ബട്ട് റോജി എം ജോൺ വലിയ സന്തോഷമായിട്ട് രണ്ടുപേരും സമ്മതിച്ചു. എനിക്കറിയില്ല എങ്ങനെ അവർ സമ്മതിച്ചു എന്ന്. കാരണം ഇവിടെ ഈ മൂലമ്പള്ളി കുടിയിറക്ക് നടത്തിയല്ലോ വല്ലാർപാടം ടെർമിനലിന് വേണ്ടിയിട്ട്, അവരെ പുനരധിവസിപ്പിച്ചോ? ഇതുവരെ തീർന്നിട്ടില്ല. 2019 ഇലക്ഷനിൽ ഇങ്ങനെ തോമസ് ഐസക്കിനോട് മൂലമ്പള്ളിയെ പറ്റി ചോദിക്കുന്നു മനോരമ ചാനലിൽ. ഐസക് പറയുന്നു മൂലമ്പള്ളി ഈസ് ആൻ എംബറാസ്മെൻറ്റ്, ലെറ്റസ് നോട്ട് ഡിസ്കസ് ഇറ്റ്. ഇതുവരെ തീർന്നിട്ടില്ല അത്. അപ്പോൾ അത് സർക്കാരുകളിങ്ങനെ ഹൈലി ഇൻഎഫിഷ്യൻ്റാണ്. ഇതെല്ലാം ഇൻഎഫിഷ്യൻസി മീൻസ് മണി. നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇൻഎഫിഷ്യൻ്റ് ആകുന്നതോടെ. എന്നാലും വലിയൊരു സർക്കാർ സംവിധാനം ഉണ്ട് താനും. ശമ്പളവും പെൻഷനും ഒക്കെ കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന ആളുകളുണ്ട് താനും. പെൻഷൻ പ്രായം കൂട്ടാമെന്ന് ചോദിച്ചാൽ അതിന് സമ്മതിക്കില്ല. ചെറുപ്പക്കാരുടെ ജോലി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്ക് മുഴുവൻ കേരള സർക്കാർ ജോലി കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഒന്നുമില്ലല്ലോ, എന്ത് ജോലി? ഞാൻ ഈ അടുത്ത കാലത്തെങ്ങും PSCയുടെ ഒരു പരസ്യം പോലും പത്രത്തിൽ കണ്ടിട്ടില്ല. സാധാരണ പത്രത്തിൽ വരുമല്ലോ ഒരു ഫുൾ പേജൊക്കെ ആയിട്ട് PSC പരസ്യം, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതിനിപ്പോൾ പിണറായി വിജയനായിരുന്നു എല്ലാം PSC ഇല്ലാതെ തന്നെ പിൻവാതിൽ ഏർപ്പാടായിരുന്നല്ലോ മൂപ്പരുടെ. അങ്ങനെ ചെയ്തതാണോ എന്നറിയില്ല. നമ്മുടെ സർക്കാർ കൊടുക്കുന്ന എംപ്ലോയ്മെൻറ്റ് ഈസ് വെരി വെരി ലെസ്. അതിന് വേണ്ടിയിട്ട് പെൻഷൻ പ്രായം കൂട്ടില്ല എന്നൊക്കെ പറയുന്നതിൽ അതൊക്കെ റിവ്യൂ ചെയ്യേണ്ടതാണ്. ആളുകളെ വിശ്വാസത്തിലെടുത്ത് ചർച്ച ചെയ്ത് ഏറ്റവും വേഗം. ഇത് സാധാരണ ഇതുപോലത്തെ കാര്യങ്ങൾ വരുമ്പോഴുണ്ടല്ലോ എല്ലാവരും പറയും നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ കമ്മീഷനാക്കി വയ്ക്കാം, സിറ്റിംഗ്. അപ്പോൾ അതോടെ ആ പരിപാടി പൊളിഞ്ഞു. പിന്നെ കമ്മീഷനെ വെച്ച് കമ്മീഷന് തോന്നുമ്പോൾ റിപ്പോർട്ട് സമയം തികഞ്ഞില്ല എന്ന് പറയും. അങ്ങനെ പോവുക. എത്ര കമ്മീഷനുകളുണ്ടായി. ഇതിനിടയിൽ ഒരു കാര്യം കൂടി, ആ പങ്കാളിത്ത പെൻഷൻ മാറ്റുമെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ നിന്ന് 10 വർഷമായിട്ടുണ്ട്. അതിനൊരു കമ്മിറ്റി എന്തോ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പങ്കാളിത്ത പെൻഷൻ മാറ്റമൊന്നുമില്ല. അല്ലാതെ രാഹുൽ ഗാന്ധി ആണ് ആ പരിപാടി ഹരിയാനയിൽ. ഇത് പങ്കാളിത്ത പെൻഷൻ ന്യൂ പെൻഷൻ സ്കീം എന്ന് പറഞ്ഞ് കേന്ദ്രത്തിൻ്റെ ഹരിയാന ഗവൺമെൻറ് ഇതുപോലത്തെ ഒരു പെൻഷൻ സ്കീം ഒക്കെ ആയിരുന്നു. രാഹുൽ ഗാന്ധി അത് പൊളിച്ചു. അതൊരു കൺസെൻസസ് എല്ലാ പാർട്ടിയിലും വന്നതാണ്. രാഹുൽ ഗാന്ധി അത് പൊളിച്ചിട്ട് ഹരിയാനയിൽ പ്രസംഗിച്ചു, ഓൾഡ് പെൻഷൻ സ്കീം OPS കൊണ്ടുവരും ഞങ്ങൾ വന്നാൽ. അപ്പോൾ ഹരിയാനയിലാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെർസെൻറ്റേജ് ജനസംഖ്യയുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹരിയാനയിലാണ്. അവരുടെ വോട്ട് വളരെ നിർണായകമാണ്. അപ്പോൾ ഈ വോട്ട് കോൺഗ്രസ് കൊണ്ടുപോകും എന്നുള്ള സ്ഥിതിയായി. അപ്പോൾ BJPയും ഇങ്ങോട്ട് മാറി, ഓൾഡ് പെൻഷൻ സ്കീം കൊണ്ടുവരുന്നു. അവിടെ കൊണ്ടുവന്നു എന്നറിയില്ല. ഏതായാലും തെരഞ്ഞെടുപ്പിൽ അതൊരു ആയുധമാക്കി മാറ്റി. കേരളത്തിലും അത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആയുധമാണ്. രണ്ടു കൂട്ടർക്കും അറിയാം, എല്ലാവർക്കും അറിയാം ഇത് അപകടമാണ്. ബട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ആയുധമെടുത്ത് ഉപയോഗിക്കും. സർക്കാർ ഉദ്യോഗസ്ഥന്മാരും വളരെ സന്തോഷത്തോടെ വാച്ച് ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ തട്ടും. അവർ വലിയൊരു സംഖ്യയുണ്ട്, എത്ര 10-16 ലക്ഷമോ മറ്റോ ഉണ്ട്. മാത്രമല്ല അവർക്ക് ഈ 16 ലക്ഷം ഉണ്ടെങ്കിലും അവരുണ്ടാക്കി വിടുന്ന നരേറ്റീവിന്
10-40 ലക്ഷം അല്ലെങ്കിൽ 1 കോടി ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റും. ഈ പത്രത്തിൽ വരുന്ന പല വാർത്തകളും ഉണ്ടല്ലോ, അവർക്ക് കിട്ടുന്നതല്ല, അവർക്ക് കൊടുക്കുന്നതാണ്. സർക്കാരിൽ ശരി നീ അങ്ങനെ ചെയ്യല്ല, എന്നാൽ ഞാൻ കാണിച്ചില്ലെന്ന്, പങ്കാളിത്ത പെൻഷൻ ധനമന്ത്രി പിടിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത വരും. അപ്പോൾ ധനമന്ത്രി ആകെ കുഴപ്പത്തിലാകും. അപ്പോൾ അത് ഭയന്നിട്ട് അവർക്ക് അനുകൂലമായ തീരുമാനം എടുക്കേണ്ടി വരും. ഇങ്ങനത്തെ ബ്ലാക്ക് മെയിലും ഒക്കെ സംഭവിക്കുന്നുണ്ട്.